ഓർബിറ്റൽ വെലോസിറ്റി ഡെറിവേഷൻ വേഗം പഠിക്കാം. എന്താണ് ഓർബിറ്റൽ വെലോസിറ്റി? ഒന്നുമില്ല, ഒരു സാറ്റലൈറ്റ് നിങ്ങൾ പറപ്പിച്ചു വിടാണ് കേട്ടോ. നിങ്ങൾ എന്താണ് ഒരു സാറ്റലൈറ്റ് പറപ്പിച്ചു വിടാണ്, അല്ലെ പെണ്ണ് പറപ്പിച്ചു വിടാണ്. പെണ്ണ് ഞാൻ ഒരൊറ്റ ഏറ് എറിഞ്ഞു, തിരിച്ച് നിലത്ത് വീഴും അല്ലേ. പക്ഷെ ഞാൻ നല്ല സ്പീഡിൽ എറിഞ്ഞാൽ അവൻ എന്ത് ചെയ്യും? എന്ന് പറഞ്ഞ് എർത്തിന് ഇങ്ങനെ റിവോൾവ് ചെയ്തോണ്ടിരിക്കും. അതെങ്ങനെയാണ്? പക്ഷെ ഭയങ്കര സ്പീഡുമാണ്, വേറെ ആയിരിക്കും. ഓക്കെ, ഭയങ്കര സ്പീഡ്. 8 km/s വിടണം. 8 km/s ഞാൻ വിട്ട് കഴിഞ്ഞാൽ അവൻ എർത്തിന് റിവോൾവ് ചെയ്യും, തിരിച്ചു വരില്ല, ഇങ്ങനെ റിവോൾവ് ചെയ്തോണ്ടിരിക്കും. ഓക്കെ, ആ വെലോസിറ്റിയാണ് നമ്മൾ വിളിക്കുക ഓർബിറ്റൽ വെലോസിറ്റി. ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒന്നുമില്ല, ഇറ്റ് ഈസ് ദി വെലോസിറ്റി വിത്ത് വിച്ച് ഒരു ഓർബിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പെന്നിനെയോ സാറ്റലൈറ്റിനോ വിടുന്ന സാധനം. ഓക്കെ, ഓർബിറ്റൽ വെലോസിറ്റി ഞാൻ പറപ്പിച്ചാൽ ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും, എർത്തിന് ചുറ്റിക്കൊണ്ടിരിക്കും. അപ്പൊ ഓർബിറ്റൽ വെലോസിറ്റി എന്താണ്? ഇറ്റ് ഈസ് ദി വെലോസിറ്റി റിക്വയർഡ് ടു പുട്ട് എ സാറ്റലൈറ്റ് ഇൻടു ഇറ്റ്സ് ഓർബിറ്റ് അറൌണ്ട് ദി എർത്ത്. അവന്റെ ഓർബിറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കേണ്ട വെലോസിറ്റിയാണ് ഓർബിറ്റൽ വെലോസിറ്റി. എസ്കേപ്പ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എർത്തിന് ഗ്രാവിറ്റിനെ പോവാ. ഇത് എർത്തിന്റെ ഗ്രാവിറ്റിനെ വിട്ടു പോയിരുന്നില്ല, എർത്തിന്റെ ഗ്രാവിറ്റി ഉണ്ട്, അങ്ങനെ ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കാം. ഓക്കെ, ശരി. അങ്ങനെയാണ് ലെറ്റ്സ് സേ ഈ സാറ്റലൈറ്റിന്റെ അല്ലെങ്കിൽ ഈ പെന്നിന്റെ ഓർബിറ്റൽ റേഡിയസ് എത്രയാണ്? എർത്തിൽ നിന്നുള്ള ഡിസ്റ്റൻസ് r. ശരിയല്ലേ? ശരി. എന്റെ ചോദ്യം, ഇവൻ കിടന്ന് കറങ്ങുന്നുണ്ട്, ഈ കറങ്ങാൻ വേണ്ടിയുള്ള ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണ്ടേ? അല്ലെ, സെൻട്രിപിറ്റൽ ഫോഴ്സ് വേണ്ട. സെൻട്രിപിറ്റൽ ഫോഴ്സ് അത് ആരാണ് ഈ കൊടുക്കുന്നത്? ഒരു വള്ളി ഇട്ടിട്ട് ഇവനെ പിടിച്ചിങ്ങനെ സാറ്റലൈറ്റിനെ പിടിച്ചിട്ട് എന്ന് പറഞ്ഞാൽ ആരും കറക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആരാ ഈ ഫോഴ്സ് കൊടുക്കുന്നത് കറങ്ങാൻ വേണ്ടി? അല്ലേ നേരെ ഷൂ എന്ന് പറഞ്ഞ പോട്ടെ, ഇങ്ങനെ കറക്കാൻ വേണ്ടിയുള്ള ഫോഴ്സ് ആരാ കൊടുക്കുന്നത്? അല്ല, ഇവൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കല്ലേ, എന്ന് പറഞ്ഞ കറങ്ങല്ലേ. ആരാണ് ഫോഴ്സ് കൊടുക്കുന്നത്? സെൻട്രിപിറ്റൽ ഫോഴ്സ് ആരാ കൊടുക്കുന്നത്? എർത്തിന്റെ ഗ്രാവിറ്റി ആയിരിക്കും അല്ലെ. എർത്തിന്റെ ഗ്രാവിറ്റി, വേറെ എന്തെങ്കിലും ഫോഴ്സ് ഇവിടെ ഉണ്ടോ? എർത്തിന്റെ ഗ്രാവിറ്റി ആയിരിക്കും കൊടുക്കില്ലേ. എർത്തിന്റെ ഗ്രാവിറ്റി പിടിച്ചു വലിക്കാണ്. എത്രയാണ് ഫോഴ്സ്? എത്രയാ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എത്രയാണ്? Gmm ബൈ എത്രയാണ്? r². ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ അഥവാ യൂണിവേഴ്സൽ ലോ ഓഫ് ഗ്രാവിറ്റേഷൻ Gmm/r². m എന്ന് പറഞ്ഞാൽ എർത്തിന്റെ മാസ്, മറ്റെന്ന് പറഞ്ഞാൽ സാറ്റലൈറ്റിന്റെ മാസ്. Gmm/r² എന്ന് പറഞ്ഞാൽ സെൻട്രിപിറ്റൽ ഫോഴ്സ് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഗ്രാവിറ്റി. അതുകൊണ്ടാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് സെൻട്രിപിറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ? മോഷണൽ പ്ലെയിൻ എല്ലാവരും പഠിച്ചാൽ എന്റെ കൊടുക്കുന്നത് mv²/r ആണ്. അപ്പൊ mv²/r എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ആര് കൊടുക്കുന്നുണ്ട്? എർത്തിന്റെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പൊ എമ്മും കട്ടാവും, ഈ ആറും ഈ ആറിന്റെ സ്ക്വയറും കട്ടായി പോകും. ശരിയല്ലേ? എമ്മും കട്ടാവും, ആറും ആറിന്റെ സ്ക്വയറും കട്ടും. ഇവിടെ ആറും അവിടെ r² ഉണ്ട്, r² ഒക്കെ പോയി. അപ്പൊ യു വിൽ ഗെറ്റ് v² is equal to gm/r വരും. അഥവാ യു വിൽ ഗെറ്റ് v is equal to √gm/r. r എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിന്റെ സെന്ററിൽ നിന്ന് ഒരു ഡിസ്റ്റൻസ്, ആ സാറ്റലൈറ്റ് ഒരു ഡിസ്റ്റൻസ് അഥവാ സാറ്റലൈറ്റിന്റെ ഓർബിറ്റൽ റേഡിയസ്. ക്ലിയർ ആണല്ലോ? സംഭവത്തിലേ ഉള്ളൂ, കഴിഞ്ഞു, ഡെറിവേഷൻ കഴിഞ്ഞു. ഒന്നുമില്ല, സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് ഇക്വേറ്റ് ചെയ്ത് എം കട്ട് ചെയ്ത് ആറും കട്ട് ചെയ്താൽ പരിപാടി തീർന്നു. ഇത് മനസ്സിലാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ക്രിസ്റ്റൽ ക്ലിയർ അല്ലേ? എന്താ ബുദ്ധിമുട്ട്? സെൻട്രിപിറ്റൽ ഫോഴ്സ് mv²/r, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് Gmm/r², രണ്ട് ഇക്വേറ്റ്, കട്ട് r കട്ട് v² is equal to സാധനം കിട്ടി, കഴിഞ്ഞു. എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ? ഓർബിറ്റൽ വെലോസിറ്റിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്റ്റൽ ക്ലിയർ ആണല്ലോ? ആണോ 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 പറയൂ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ലെറ്റ്സ് സേ ഈ സാറ്റലൈറ്റ് എർത്തിന്റെ സർഫസിനോട് വളരെ ക്ലോസ് ആയിട്ട് കിടന്നിട്ടാണ് ഓർബിറ്റ് ഇങ്ങനെ കറങ്ങുന്നത് വിചാരിക്കും. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു 100 മീറ്റർ 200 മീറ്റർ ഒക്കെ ആണെങ്കിൽ ഞാൻ ഈ ആറിനെ അപ്രോക്സിമേറ്റ്ലി എർത്തിന്റെ റേഡിയസ് ആയിട്ട് എടുത്താൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ലല്ലോ, നിങ്ങൾ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതായത് ഇഫ് സാറ്റലൈറ്റ് ഓർബിറ്റ്സ് വെരി ക്ലോസ് ടു എർത്ത്, വെരി ക്ലോസ്, അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 100-200 മീറ്റർ ഒക്കെ എർത്തിൽ നിന്ന്, കുറെ സാറ്റലൈറ്റ്സ് അങ്ങനെയാണ്, ടു എർത്ത്. അങ്ങനെയാണ് ഞാൻ എന്താണ് ആറിനെ, കുഞ്ഞാറിനെ ഞാൻ ക്യാപിറ്റൽ ആർ ആയിട്ട് എടുക്കും. ഓക്കെ, ഞാൻ എർത്തിന്റെ റേഡിയസ് എടുക്കാം. സോ യു വിൽ ഗെറ്റ് ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു √gm/R. ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയാൽ അപ്രോക്സിമേറ്റ്ലി യു വിൽ ഗെറ്റ് 7.92 km/s. അപ്രോക്സിമേറ്റ്ലി 7.92 വരും. 7.92 അല്ല 7.9 km/s. അപ്പൊ 7.9 km/s എർത്തിന്റെ അടുത്തുള്ള ഒരു സാറ്റലൈറ്റ് കടന്നു. ഓക്കെ, ഇതാണ് ഓർബിറ്റൽ വെലോസിറ്റി. ജനറൽ ആയിട്ട് ഇത് എർത്തിന്റെ സർഫസിലാണ്. ഇത് മനസ്സിലാകുന്നുണ്ടോ? ബുദ്ധിമുട്ടെന്തിനാ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ശരിയാണ്. ഇനി മറ്റേ ആളുടെ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു? എസ്കേപ്പ് വെലോസിറ്റി നമ്മൾ വേറൊരു രീതിയിലാക്കിയില്ലേ, അതുപോലെ ഇവിടെ നമ്മൾ ചെയ്യാം. നമുക്ക് എന്താ കിട്ടുക? G is equal to Gm/r² എന്നുണ്ട്. നമ്മൾ ഈ ആറിനെ ഇവിടെ കൊണ്ടുവരും, ഒരു ആറിനെ ഇവിടെ കൊണ്ടുവന്നാൽ GR is equal to Gm/r. അപ്പൊ ഞാൻ എന്ത് ചെയ്യാം? ഈ Gm/r-നെ ആ GR വെച്ച് റിപ്ലേസ് ചെയ്യും. ഓർബിറ്റൽ വെലോസിറ്റിക്ക് വെറും √gr. എസ്കേപ്പ് വെലോസിറ്റി ചെയ്ത ആ സിംപ്ലിഫിക്കേഷൻ ഞാൻ എവിടെയും ചെയ്യും. വെറുതെ രസത്തിന്, വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, കിടക്കട.
ഇത് സർഫസ് ഓഫ് ദി എർത്തിൽ കേട്ടോ, ക്ലോസ് ടു സർഫസ് ഓഫ് ദി എർത്ത് സ്പെഷ്യൽ കേസ് ആണ് കേട്ടോ. മനസ്സിലായല്ലോ? ഇതുവരെ ബുദ്ധിമുട്ടൊന്നുമില്ല.